ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ രാവിലെ തന്നെ എണീറ്റ് ചായ ഇവിടെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ. കട്ടൻ ചായയാണ്. നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടിയിൽ നിന്ന് കുറച്ച് കൂടിയോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ അതാ തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ അടുപ്പിൽ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ രാവിലെ തന്നെ നേരത്തെ കാലത്ത് ചോറ് നമുക്കായിട്ടില്ലെങ്കിൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് വലിയൊരു സുഖമൊന്നുമില്ല. ഇത് ഇന്നലെ ഹസ്ബൻഡ് കൊണ്ടുവന്ന മീനാണ് കേട്ടോ, കിളിമീനാണ്. അതേപോലെ അതിന് പുതിയാപ്പിളക്കോരാന്നും പറയും തോന്നുന്നു കേട്ടോ. ഇതെന്താ മീൻ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ മീനും ഒക്കെ ഞാൻ ഇന്നലെ എന്തായിട്ട് രാത്രി തന്നെ കഴുകി വൃത്തിയാക്കിങ്ങാണ്ട് പിന്നെ കായം കൂട്ടി വെച്ച് പൊരിക്കാനുള്ളത്, പിന്നെ മറ്റേത് അങ്ങനെ തന്നെ വെച്ചിട്ടോ. വേണമെങ്കിൽ പൊരിക്കാൻ, ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, മീൻ കറിയാക്കാന്നൊക്കെ വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ കുറച്ചെടുത്തിട്ട് കറി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് എലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കുറച്ച് പിന്നെ ചോറെടുത്തിട്ട് അതിൽ എന്തൊക്കെയോ ഒഴിച്ച് വെച്ചതാ. എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എലി ഇത് തൊട്ടിട്ടൊന്നുമില്ല. അപ്പോൾ അതായത് നമുക്ക് രാവിലെ ചായക്കടി വരുന്നത് പുട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് പുട്ട് ഇടുമ്പോൾ ചിരട്ട പുട്ടാക്കിയാണ് ചുടുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അത് കാണുന്ന ഒരു ഭംഗിയും അതെനിക്കൊന്നും കൂടി ടേസ്റ്റ് ആയിട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അധികം പുട്ട് തന്നെയാണ്. പിന്നെ ഹസ്ബൻഡിന് ഇന്ന് ഉപ്പുമാവാണ് കേട്ടോ. പിന്നെ അപ്പോൾ അത് ഉപ്പുമാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഗോതമ്പുണ്ടല്ലോ, അപ്പോൾ അത് ഉഴുന്നും പിന്നെ കടുകും കരിവേപ്പിൻ്റെലൊക്കെ ഇട്ടുകൊണ്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ, ലാസ്റ്റ് കുറച്ച് തേങ്ങ ടേസ്റ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ മേലെ കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുക. ഇങ്ങനെ കഴിക്കണതാണ് നമുക്ക് ടേസ്റ്റ് കിട്ടുക. നമ്മൾ ഈ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ, ആ ചൂടോടെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്, അപ്പം അത്രയ്ക്ക് ടേസ്റ്റ് തോന്നൂല കേട്ടോ. ഇതിപ്പോൾ ചൂടുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ തീ കത്തിച്ച് വെച്ച് കണ്ട് ചെയ്യൂലേ, അതിൽ നിന്നൊരു വ്യത്യസ്തം ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് കാരണം. പക്ഷേ ഈ ഉപ്പുമാവ് നമുക്ക് എടുത്തേക്കാൻ പറ്റൂല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ രാവിലെ ഉണ്ടാക്കണമെങ്കിൽ രാവിലെ തന്നെ കഴിച്ച് തീർക്കണം. വൈകുന്നേരത്തിന് പുളിക്കൂട്ടോ, കാരണം തേങ്ങ നമ്മൾ വേവിക്കണില്ലല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇനി നമുക്ക് പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കുറച്ച് പുട്ടും പൊടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നല്ല ചുമന്ന അരിൻ്റെ പുട്ടും പൊടി ഇനി നിന്ന്. അപ്പോൾ ആ ഒരു പൊടി കുറച്ച്, അപ്പോൾ ഇപ്പാക്ക് മാത്രം ഒരു 2 പൊട്ട് ശരിക്ക് ചുട്ട് വെച്ചു. ബാക്കിയുള്ള പൊടിക്ക് ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് തികയില്ല. ഞങ്ങളല്ല പിന്നെ എനിക്കും ഉമ്മാക്കും പിന്നെ മോക്കൊന്നും തികയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഗോതമ്പ് പൊടി എടുത്തും കണ്ട് അതിലിട്ടാണ് കുഴച്ച് അവിടെ മാറ്റി വെച്ചു കേട്ടോ. അപ്പം ഇന്ന് ഗോതമ്പ് പൊടിൻ്റെ പുട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ മീനോട് കറി ഉണ്ടാക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ചാറ് നല്ല കുറുകിയ കട്ടിയുള്ള നല്ല മീൻകറി, നല്ല ടേസ്റ്റുള്ള മീൻകറിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഉള്ളിയും ഇതൊക്കെ വാട്ടിക്കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വല്യുള്ളി, ഒരു മീഡിയം സൈസിലെ വല്യുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 2-3 പിന്നെ വെളുത്തുള്ളിൻ്റെ അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഇതുപോലെ നമ്മൾ ഒന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തന്നെ ഒരു ചുവപ്പ് കളറിൽ എടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പുട്ടും ചുടുന്നുണ്ട്. അപ്പോൾ ഗ്യാസും അങ്ങനെ 2-3 അടുപ്പുള്ളതുകൊണ്ട് നമ്മളെ പണികൾ എളുപ്പം കഴിയും. കാരണം അടുപ്പിൽ ഇതും കടിയും, ഒരടുപ്പിൽ കറിയൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ചോറ് അവിടെ അപ്പുറത്തെ അടുപ്പത്ത് അതും വേകുന്നുണ്ടല്ലോ. അപ്പോൾ രാവിലെ ഒന്ന് നേരത്തെ പണി കഴിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ വറുത്തരച്ച് വെക്കണതിക്കൊക്കെ കറിവേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ് അതൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ അരച്ചെടുക്കണ കറിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. പിന്നീട് നമ്മളത് അതിലേക്ക് 2 മീഡിയം സൈസുള്ള തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ. പച്ച തക്കാളി ഒന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മളെപ്പോഴും തക്കാളി കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി വാങ്ങണം നല്ലത് കേട്ടോ. ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അങ്ങനെയാണ്, നല്ല പഴുത്ത സൈസ് തക്കാളിയാണ് ഞാൻ വാങ്ങൽ കേട്ടോ. അത് കേടാവുകയോ ഒന്നും ചെയ്യൂല. നേരെ മറിച്ച് നമ്മൾ പച്ച തക്കാളിയൊക്കെ എടുക്കുമ്പോൾ അത് ചിലത് കേടാവും, പക്ഷെ അതൊരു ടേസ്റ്റ് കിട്ടൂല. ഒരു പച്ചപ്പ് തക്കാളിമ്മ വന്നാൽ തക്കാളിൻ്റെ ടേസ്റ്റ് കിട്ടൂല. തക്കാളി എന്ന് പറഞ്ഞാൽ പഴമായിരിക്കണം, ആ ഒരു ചുവപ്പ് കളറിലെ നല്ല പഴമായിരിക്കണം. അതാണ് നമ്മളെപ്പോഴും കറിയൊക്കെ ചെയ്യുന്നത് സമയത്തുള്ള ടേസ്റ്റ് കിട്ടും. അപ്പം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്ത് അതൊന്ന് വാടി വന്ന സമയത്ത് നമ്മൾ എന്തായിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് തേങ്ങ, ഞാൻ പുട്ടിന് എന്തായാലും ചിരണ്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ബാക്കിയും പിന്നെ കുറച്ചും കൂടി എടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു മുറി തേങ്ങയൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മീൻ കറിക്ക് ടേസ്റ്റ് കൂടാൻ വേറെ ഐഡിയയും കൂടി ഞാൻ പറഞ്ഞുതരാം. പിന്നെ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, നമ്മൾ മുന്തിരിപ്പരിപ്പ്, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു സമയത്ത് ഒരു 4-5 ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അരക്കണ സമയത്ത് ടേസ്റ്റ് ആവും. പിന്നെ അരച്ച് നമ്മൾ കറി വെക്കണ സമയത്ത് കേട്ടോ നല്ല ടേസ്റ്റ് ആവും കറി ആയി കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് നിലക്കടല ഉണ്ടല്ലോ, നമ്മൾ പിന്നെ കടയും പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വറുത്ത് എടുക്കുന്ന ഒരു കടല ഉണ്ടല്ലോ, നിലക്കടല. ആ കടല പച്ച വാങ്ങിക്കാൻ കിട്ടും. പച്ച 2 വിധത്തിൽ കിട്ടും, തോലുള്ളതും കിട്ടും, തോലില്ലാത്തതും കിട്ടും. ഞാൻ തോലില്ലാത്തതാണ് അധികം വാങ്ങിക്കൽ കേട്ടോ. അപ്പോൾ അത് ഒരു 2 മണി ഇട്ട് കൊടുത്താലും നമ്മൾ അരച്ചെടുത്ത് കറിയാക്കുന്ന സമയത്ത് നല്ല കുറുമല്ല, നല്ല ചാറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് നല്ല നമ്മൾ കുറുമ ചെയ്യുന്ന ചാറ്റക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. പൊതുവെ ഞാൻ ചട്ടിനിയിലൊക്കെ അങ്ങനെ ചേർക്കാറുണ്ട്, ടേസ്റ്റാണ് കേട്ടോ അത് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മളത് നന്നാക്കി ഇളക്കി റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാറണം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ പുട്ടും ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ചൂടുന്നത് കണ്ടോ, പെട്ടെന്ന് ഈ ഒരു കുക്കറിൽ വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് പുട്ടാവണമുണ്ട്. മറ്റേത് കുറ്റിയിൽ വെക്കുമ്പോഴും ഇതിന് ഏകദേശം ഒരു സമയം, കുറ്റിയിൽ 3 പുട്ടാണ് ഒറ്റയടിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു 3 പുട്ടാകുമ്പോഴത്തേനും
പിന്നെ അതും രണ്ടും കണക്കാണ് കേട്ടോ സമയം. അപ്പോൾ എനിക്ക് ഇതാണ് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മീൻകറി ഇവിടെ റെഡിയാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ ഇതാ ഞാൻ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളകും പൊടി ഞാൻ വളരെ കുറച്ചേ ഇട്ട് കൊടുക്കണുള്ളൂ, കാരണം ഹസ്സിന് എരിവ് പറ്റൂല. ഞങ്ങളും വല്ലാതെ എരിവ് കൂട്ടലില്ല. എരിവ് ഞാൻ കഴിക്കും, ഞാൻ നല്ല മുളക് കഴിക്കണ ആൾ തന്നെയാണ്. പക്ഷെ മുളക് അല്ലാതെ ചമ്മന്തി അങ്ങനെയൊക്കെ ആക്കിയാണ്ട് കഴിക്കും. കറിയിൽ ചില സമയത്തൊക്കെ ഏറാറുണ്ട്, പക്ഷെ ഹസ്സിന് കൊടുക്കുന്ന സമയത്ത് ഞാൻ എരിവ് അധികം കൂട്ടാറില്ല കേട്ടോ. അവർക്ക് അത് ഇഷ്ടമല്ല. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, തീ ഒന്ന് ചെറിയ ഇതിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇളക്കി 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 അതിങ്ങോട്ട് ചൂടായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ കടുകെണ്ണയോ ഏതാണോ പിന്നെ നമ്മൾ കറി വെക്കാനൊക്കെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ എണ്ണ ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ വേറെ കടുക് പൊട്ടിക്കുക അങ്ങനെ ഒന്നും ചെയ്യണില്ല, നമ്മൾ ഇങ്ങനെ ഇതാക്കുകയാണ്. പിന്നെ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നിട്ട് ഈ ഒരു പിന്നെ എണ്ണയിൽ കടന്നുകൊണ്ട് ആ ഒരു പൊടി ഒന്നും കൂടി മൂപ്പിച്ചെടുക്കും കേട്ടോ. ഇത് കറി ടേസ്റ്റ് കൂടാനുള്ള ഒരു പിന്നെ ടിപ്പാണ്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി മാറ്റി വെച്ചല്ലോ, അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇത് നമ്മൾക്ക് ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ മിക്സിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ട് വല്ലാതെ അങ്ങോട്ട് അരഞ്ഞിട്ടില്ല, എന്നാലും അരഞ്ഞിട്ടുണ്ട്. എന്നാലും ചില ഭാഗത്തൊക്കെ ചെറിയ ചെറിയ പിന്നെ എന്താ പറയുക ഇഞ്ചിൻ്റെ കഷ്ണങ്ങളൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട്, പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി ഇല്ലെങ്കിൽ നമ്മൾ സാധാ പുളി ഉണ്ടല്ലോ, നമ്മൾ പിഴിഞ്ഞെടുക്കണ മറ്റേ പുളി, പിന്നെ അത് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കുടംപുളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുടംപുളിക്കാണ് മീൻകറി വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരിക കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കണ്ട് എന്ത് ചെയ്യണം, പിന്നെ ഒന്നിങ്ങോട്ട് ചെറുതായിട്ട് ഇങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് തിളക്കണ്ട, എന്താ വെച്ചാൽ നമുക്ക് മീനൊക്കെ ഇട്ടുകൊണ്ട് വീണ്ടും തിളപ്പിച്ചാനുള്ളതല്ലേ, അങ്ങനെ ചെയ്യുക കേട്ടോ. പിന്നെ ഈ മീൻകറി വെക്കുന്ന സമയത്ത് തേങ്ങ സെപ്പറേറ്റ് എടുത്തിട്ട് തേങ്ങ നന്നാക്കി വറുത്തിട്ട് പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ടിട്ട് കറി വെക്കുകയാണെങ്കിൽ ടേസ്റ്റാണ് ഇങ്ങനത്തെയൊക്കെ മീനൊക്കെ വെക്കണ സമയത്ത് കേട്ടോ. അപ്പോൾ അതാക്കണം ഞാനിത് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളപ്പിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാതെ ഓവറായിട്ട് തിളപ്പിക്കണ്ട. അപ്പോൾ നമ്മളെ കുടംപുളി കണ്ടോ, ഞാൻ 2 കഷ്ണം കുടംപുളി ഇട്ടിട്ടുണ്ട്. ഈ പുളി ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മാറ്റിയും വെക്കും കേട്ടോ. പിന്നീട് ഞാനൊരു സംഭവത്തിൽ ചെയ്യുന്നുണ്ട്, ഉരുളൻകിഴങ്ങ് ഉണ്ടല്ലോ, ആ ഉരുളൻകിഴങ്ങ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെനിക്ക് ഇഷ്ടമാണ് മീൻ കറിയിലൊക്കെ ഉരുളൻകിഴങ്ങ് അങ്ങനെ ഇടുന്നത്. പക്ഷേ ഇതിങ്ങനെ തേങ്ങ അരച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചേർക്കണത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ ഞാൻ ഈ മീൻ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മീനിൻ്റെ പേര് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഇത് കറി വെക്കണില്ലാതെ ഒന്നും കൂടി ടേസ്റ്റ് പൊരിച്ചാലാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ കറിൻ്റെ വട്ടം നോക്കട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ ദാ നമ്മൾ കറിയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇത് നന്നായിട്ട് തിളച്ച് വന്നാൽ മതി കേട്ടോ. പിന്നെ ഈ ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പും പുതിന വേണ്ട, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ കുറച്ചങ്ങനെ പിന്നെ അരിഞ്ഞിട വെച്ചോളുണ്ട് തീർന്ന സമയത്ത് തുറക്കണ സമയത്ത് വെന്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടെങ്ങനെ വേവിച്ച് ആ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് നോക്കണം വെന്തിക്കണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഒരു മീനിൻ്റെ ഒരു ഇത്. അപ്പം ഞാൻ പിന്നെ ഇത് ആ കുടംപുളി ഉണ്ടല്ലോ ഞാൻ ഒന്ന് എടുത്ത് മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ കുറേ സമയം ഇട്ടുങ്ങാണ്ടേ ഇതാക്കുമ്പോൾ പുളി ഓവറായിട്ട് കൂടും. എന്താ വെച്ചാൽ ഞാൻ 2 കഷ്ണം ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു കഷ്ണമായി തന്നെ നിന്നോട്ടെ, ഒരു കഷ്ണം നമ്മളെ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ നന്നായിട്ട് എന്താ വെച്ചാൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടി പിടിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. സ്റ്റീൽ പാത്രം ചിലത് അടി പിടിക്കും, ഇത് പിന്നെ കട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് വലിയൊരു ഇതൊന്നുമില്ല. എന്നാലും ഇനി നമ്മളിതേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിച്ചപ്പ് നമ്മൾ പൊതുവേ മീൻ കറിയൊക്കെ ഇട്ട് കൊടുത്താൽ ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ മത്തിക്കറിയൊക്കെ വെക്കുമ്പോൾ മത്തി വെറും മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ തേങ്ങ അരച്ച് വെച്ചാലും ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ എനിക്കൊന്നും കൂടി ഇഷ്ടം അങ്ങനെ മുളകിട്ടതാണ്. പിന്നെ നമ്മൾ 2 ഇല്ലി കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുക്കലുണ്ട്, എല്ലാ കറിയാകുമ്പോഴും കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കും, എന്നിട്ട് പിന്നെ അടച്ച് വെക്കാനാണ് പതിവ് കേട്ടോ. നല്ല ടേസ്റ്റാണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ. അപ്പോൾ ഇന്നത്തെ ഇത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. രാവിലെ പിന്നെ ചോറും കൂട്ടാനുണ്ടാക്കും, ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷങ്ങളെന്ന് പറയാം. രാവിലെ എണീക്കുക, ചോറും കൂട്ടാനുണ്ടാക്കുക, വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ പുറത്ത് പോകണത് ഇതൊന്നും ഞാൻ വീഡിയോ എടുക്കലില്ല. ഇടയ്ക്കൊക്കെ പുറത്ത് പോവും, പർച്ചേസിങ്ങിന് പോവും, ചിലപ്പോൾ കല്യാണം കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്, അങ്ങനെ ഓരോന്നിനൊക്കെ പോലുണ്ട്. എല്ലാം ഒന്നും വീഡിയോ എടുക്കില്ല, ചിലപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ചില ആളുകൾക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ദാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മീൻ പൊരിക്കണമല്ലോ. അപ്പം മീനിന്ന് പിന്നെ കിളിമീനവിടെ കായം കൂട്ടി വെച്ചിരുന്നു ഇന്നലെ തന്നെ. അപ്പോൾ കായൊക്കെ പിടിച്ചതുകൊണ്ട് അങ്ങനെ ഉഷാറായിട്ട് അതവിടെ കായൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം കണ്ടോ, ഞാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ അതാ ഒരാൾ ഓടി വന്ന് കണ്ട് അങ്ങനെ നിൽക്കുക, ഒരാൾ ഇതാ തൂങ്ങിച്ചത്ത പോലെ പടിമേൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ കറി ഞാൻ ഒന്നുകൂടി തളച്ചോട്ടെ എന്ന് വെച്ചിട്ട്
പിന്നെ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നും കൂടി ഇതായിക്കോട്ടെ എന്ന് വെച്ചിട്ട് കറി ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അങ്ങനെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും കറിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പും ഇതൊക്കെ പാകം തന്നെയാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കറിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ഐഡിയ ആണ് ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ കറി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മീൻ പൊരിച്ചതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി അല്ലാത്ത പണികളുണ്ട്, അടിച്ചൊരു തുടക്കുക, തിരുമ്പുക, പാത്രം പൂറ, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ നമ്മൾ ഇതിലെടുക്കലില്ല, ചില സമയത്ത് എടുക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുളിയും ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ, പിന്നെ മാങ്ങ ഉപ്പിലിട്ടത്, നമ്മളെ കുറുകിയ മീൻകറി, പിന്നെ അതുപോലെ തന്നെ ഇന്നലത്തെ മത്തിക്കറി ഉണ്ട് കേട്ടോ. ഇന്നലത്തെ മത്തിക്കറിയാണിത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്